ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പൊളപ്പൻ വീഡിയോ ആണ്. ഓട്ടോ ബോഡി വർക്കർ പറവൂർ സ്വരന്റെ ഓട്ടോ ബോഡി വർക്ക് സംബന്ധിച്ചിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ. വീണ്ടും പറവൂർ സ്വരൻ ഓട്ടോയിൽ വിസ്മയം തീർത്തിരിക്കുന്നേട്ടാ. ഇപ്രാവശ്യം ഈ ഓട്ടോ വന്നിരിക്കുന്നത് തമിഴ്നാട് കന്യാകുമാരിയിൽ നിന്നാണ്ടാ. നല്ല പൊളപ്പൻ വർക്കാണ്ടാ പറവൂർ സ്വരൻ ഈ ഓട്ടോയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓട്ടോറിക്ഷയുടെ ബോഡി വർക്ക് സംബന്ധിച്ചിട്ടുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഈ വീഡിയോയുടെ താഴെ ഈ ഓട്ടോറിക്ഷയുടെ വർക്കിനെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഇനിയും അങ്ങോട്ട് അടിപൊളി വർക്കുകളൊക്കെ ചെയ്യാനുള്ളൊരു പ്രചോദനമായിരിക്കും. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. സ്വരൻ്റെ വീട്ടിലാണ് കേട്ടോ ഓട്ടോറിക്ഷ കിടക്കുന്നത്. അവിടെ കിടപ്പുണ്ട്. അടിപൊളി സെറ്റ് വർക്കാണ്ടാ. അവ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. തമിഴ്നാട് കന്യാകുമാരിയിൽ നിന്ന് വന്ന ഓട്ടോറിക്ഷ ഉണ്ടാ. അമ്പോ അതെ നോക്കിയേ, എന്റെ പൊന്നെ ബാക്ക് ലുക്ക് നോക്കിയേ, കാച്ചി ലുക്കാണ്ടാ. അമ്പോ അതെ പൊളിച്ചല്ലത്. എന്റെ പൊന്നെ ലുക്ക് നോക്കിയേ. സംഭവം സെറ്റാണ്ടാ. നോക്കിയേ, ബാക്ക് ഗ്ലാസ് ഫിക്സ്ഡും അതിന് ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഗ്ലാസ് സ്ലൈഡിങ് ഗ്ലാസ് ആണ്ടാ. ഇത് പൊളപ്പനല്ല, പൊപ്പളപ്പൻ. എന്റെ പൊന്നെ ഫ്രണ്ട് ലുക്ക് നോക്കിയേ, വേറെ ലെവലായിട്ടുണ്ട് കേട്ടാ. നോക്കിയേ ശരി പൊന്നിത് കാരിയറൊക്കെ നോക്കിയേ, സെറ്റാണ്ടാ. നോക്കിയേ സൈഡിൽ ലുക്ക് നോക്കിയേ, വെറൈറ്റി ആണ്ടാ, ഒന്നും പറയാനില്ല. എന്തായാലും നമുക്ക് സ്വരനെ വിളിക്കാം. സ്വരൻ, അജാനേ, എടാ സ്വരാ. സ്വരൻ വന്നിട്ടാ. സ്വര എന്തോ കാണിച്ചു വെച്ചത്. പുള്ളി വർക്കാണല്ല. നോക്കി അടുത്തേക്ക് നിന്നേ, സെറ്റാണല്ല. തമിഴ്നാട് അല്ലേ? തമിഴ്നാട് എവിടെ നിന്ന് വന്നത്? തമിഴ്നാട് കന്യാകുമാരി. ഞാൻ വെറുതെ നീ മറന്നുപോയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്ടാ. ഫുൾ വർക്ക് കഴിഞ്ഞില്ലേ? ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? സെറ്റാണല്ലോടോ. ബാക്കാണ്ടെ ലുക്ക് അയക്കണം. നോക്കിയേ, നോർമൽ വർക്ക് തന്നെ, സ്റ്റാൻഡേർഡ് ആയിട്ട്. നിക്ക് ഒരു മിനിറ്റ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ബാക്ക് ലുക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ഇതിന്റെ വെറൈറ്റി എന്ന് വെച്ചാല് അധികം ആർഭാട സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല അല്ലേ? സ്റ്റാൻഡേർഡ്. എന്താ എന്താ ഒന്നും പറയാനില്ല കേട്ടാ. ബോഡി അടിപൊളി ഷേപ്പാണ്. പിന്നെ ഇത് ഫിക്സ്ഡ് ആണല്ലേ? ഇവിടെ ബീഡിങ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് ഊരാവുന്ന ഗ്ലാസാണ്. അതെല്ലേ? എങ്ങനെ ഊരിയെടുക്കാൻ പറ്റും? ഊരാൻ പറ്റും. അതല്ലേ? ഒട്ടിച്ചേക്കണത് അടർത്തി എടുക്കണോ? അല്ല, ഇതിപ്പോ റെക്സിലോട്ടിച്ചിട്ടില്ല. ഇല്ല അല്ലേ? ബീഡിങ് ഉണ്ട്. ഓ, സ്ലൈഡിങ് ആണല്ലേ? പറഞ്ഞേ സ്ലൈഡിങ് പറഞ്ഞേ. അമ്പോ പറഞ്ഞേ, ഡോർ ഓർക്കേ. ഓ, അകത്ത് നോർമൽ അപ്പോൾസറി അല്ലേ? നോർമൽ ആയിട്ടുള്ള വലിയ ആർഭാട വർക്കോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? പിന്നെ സ്റ്റാൻഡേർഡ് ലൈറ്റ് ആയാലും ഫുൾ വൈറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അതെല്ലേ? സെറ്റാ. പിന്നെ തമിഴ്നാട് വണ്ടിയുടെ പ്രത്യേകത ഇവിടെ ഒരു സീറ്റ് അല്ലേ? ബാക്കിലുണ്ട്. അതെല്ലേ? ബാക്ക് കാണിക്കാം നമുക്ക്. ഇത് ഇന്ന് പോവോ സുര? നാളെ വെളുപ്പിന് 4 മണിക്ക് വരും പുള്ളി. അതെല്ലേ? കന്യാകുമാരിന്ന്. പിന്നെ നമുക്ക് ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോ ഫ്രണ്ടിൽ ഇതൊക്കെ ആയിട്ട് വെച്ചാണത്. ഓക്കെ, ഡ്രൈവർ സീറ്റ് നോക്കിയേ, ഇതൊക്കെ നോർമൽ വർക്കാണ്ടാ. പക്ഷെ ബോഡി ഷേപ്പും ആ ബോഡിയുടെ ഭംഗിയാണ് അപാരം. ഒന്നും പറയാനില്ല കേട്ടോ സ്വര.
സോറി ഫ്രണ്ടിലേക്ക് തന്നെ രണ്ടുപേരും നിന്നോ. ചേട്ടൻ്റെ അനിയനും കൂടി മണത്തല്ലേ? ആ ശരിക്കും ഇത് എത്ര ദിവസം എടുത്ത്? ഇത് ഞാൻ ആ ആക്സിഡന്റ് ആയിട്ട് കിടന്നില്ലേ, ആ സമയത്ത് പെൻഡിങ് ആയി പോയി. അതെ അല്ലേ? എനിക്ക് തോന്നുന്നത് 2-3 മാസം എടുത്തു തോന്നുന്നല്ലേ? വർക്ക് തന്നെ 2 മാസം എടുത്തിട്ടുണ്ട്. അതെ അല്ലേ? പിന്നെ പുള്ളിയുടെ ഓരോ ഐഡിയക്ക് നമ്മ പൊളിച്ച് പണിതിട്ടുണ്ട്. അതെ അല്ലേ? പുള്ളി ഒന്ന് പണിത് കഴിയുമ്പോ അടുത്ത ഐഡിയ ആണെങ്കിൽ പുള്ളി നമ്മ ഒഴിവേറെന്നും പറഞ്ഞല്ലോ ചെയ്തു കൊടുത്ത്. അതല്ലേ? എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടാ. എനിക്ക് തോന്നുന്നു മറ്റേ കന്യാകുമാരിയില് ഏരിയയിലെ ആദ്യത്തെ സുന്ദരക്കുട്ടനായിരിക്കും ഇത്. സ്വരന്റെ ബോഡി വർക്കുമായിട്ട് ഒരു വണ്ടി ഇവിടെ ഉണ്ട്, പുള്ളി വേറെ വണ്ടി എടുത്തിട്ടുണ്ട്. അതല്ലേ? ഇത് കഴിഞ്ഞിട്ട് അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അത് ഇതിലും പോഷായിട്ടാണ് പണിയണത്. അതില് വരണ ഞാൻ പറഞ്ഞില്ല താറിന്റെ ടൈലാമ്പ്. അതല്ലേ? താറിന്റെ അത് വർക്ക്ഷോപ്പിൽ ഇരിപ്പുണ്ട്. അതെല്ലേ? അതിനത് കയറ്റും. ഇതിന്റെ പ്രത്യേകത എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളതേ, ബോഡി നല്ല അടിപൊളി, നല്ല ഷേപ്പ് ഉണ്ട് കേട്ടാ. നല്ല അടിപൊളി നല്ല ഷേപ്പിൽ. പെയിന്റിങ് വേറെ ലെവലാണ് കേട്ടാ. പെയിന്റിങ് ഒന്നും പറയാനില്ല കേട്ടാ പെയിന്റിങ്ങിനെ കുറിച്ച്. നോക്കിയേ, കണ്ണാടി പെയിന്റിങ് ആണ് കേട്ടാ. നോക്ക്, അടിപൊളി സെറ്റാണ്. ഇതിനകത്ത് ക്ലിയർ അടിച്ചിട്ടുണ്ടോ സാറേ? 3 തൊട്ട് ക്ലിയർ അടിച്ചിട്ടുണ്ട് അല്ലേ? പോളിഷ് ചെയ്യാൻ വണ്ടി. അതല്ലേ? പോളിഷ് ചെയ്തിട്ടില്ല. പോളിഷ് ചെയ്യണ അനുസരിച്ച് ഒന്ന് ഡള്ളായി കഴിഞ്ഞാൽ പോളിഷ് ചെയ്യാം. അതല്ലേ? പോളിഷ് ചെയ്യണ അനുസരിച്ച് നമുക്ക് കളർ കൂടും. അതെല്ലേ? പിന്നെ ഇത് ഒറ്റ പീസാണെന്ന് തോന്നുന്നു അല്ലേ? ഈ റൈൻ ഗാർഡ് അതൊറ്റ പീസാണ്. അതെല്ലേ? നോക്കിയേ എന്താ ഷേപ്പ് നോക്കിയേ. ഇതിന്റെ ബാക്ക് ലുക്ക് ആണ് അപാരം. നോക്കിയേ സൈഡിലേക്ക് ലുക്ക് നോക്കിയേ. ബാക്ക് ലുക്ക് പൊളി ലുക്കാണ് ട്ടാ. അപ്പൊ ബാക്കിൽ അത്രയും വലിയ ഗ്ലാസ് വന്നതാണ് അതിന്റെ ഹൈലൈറ്റ് ആയത്. ഫുൾ ഡോർ അല്ലേ ഇത്? ഫുൾ ഡോർ. ബാക്ക് പറഞ്ഞ ഫുൾ ഡോറാണ് ട്ടാ. ഇത് ഗ്ലാസ് ഫൈബർ അല്ലേ? ഫൈബർ അല്ലേ? ഗ്ലാസ് നല്ല ബ്ലാക്ക് ആണ്. ഈ ബ്ലാക്ക് നല്ല അടിപൊളി ബ്ലാക്ക്. ഈ കളറാണ് തന്നെയാണ് അതിന് വരുന്നത്. തമിഴ്നാട്ടിലെ ആളൊക്കെ ഏറ്റവും വലിയ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. കുഷ്യൻ അടിച്ചിട്ട് തന്നെ കേട്ടാ ബാക്കില്. നോക്കിയേ എന്തായാലും സെറ്റ്. അതെ അല്ലേ? ഇത് പാച്ച് വർക്ക് എവിടെ ചെയ്തത്? പാച്ച് വർക്ക് സോറി മറ്റേ റെക്സിംഗ് വർക്ക് എവിടെ ചെയ്തത്? നമ്മൾ ചെയ്യുന്ന കൊടുങ്ങല്ലൂര്. പിന്നെ ഇതിന്റെ പെയിന്റിങ് നമ്മുടെ കൂട്ടുകാരനാണ് ചെയ്തത്, ജയകൃഷ്ണൻ എന്ന് പറയണം. അതെല്ലേ? അസ്മാബി കോളേജ്. എന്തായാലും പെയിന്റിങ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ഒന്ന് ബാക്ക് ഡോർ ഒന്ന് അടിച്ചേ. അടിച്ചോ? സെറ്റ്. നോക്കിയേ, ഈ ഗ്ലാസ് ഒക്കെ വന്നാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ഈ ബ്ലാക്കാണ്, ബ്ലാക്കും മഞ്ഞയും കൂടി വന്നു കഴിഞ്ഞപ്പോ നല്ല ഇടുപ്പായ സംഭവം. പിന്നെ ഇത് സ്കോർപിയോടെ അല്ലേ? സ്കോർപിയോ ടൈലാമ്പ് അല്ലേ? ഇതാണ് നല്ലത്. ഇത് വലിയ പൈസ ഒന്നുമില്ല ടൈലാമ്പിന്. 600 ഉള്ളു പറഞ്ഞതിന്. അതല്ലേ? ഇനി അടുത്ത വണ്ടി പണിയത് താറിന്റെ വെച്ചിട്ടാണല്ലേ? അടുത്ത താറാ. അത് പൈസ നല്ല പൈസ ഉള്ള ടൈലാമ്പിന്. 4000 ഉണ്ട് തോന്നുന്നു. നമുക്ക് 2,500 കിട്ടിയതായിരുന്നു. പുതിയ 16,000 ഉണ്ട്. അതല്ലേ? 7 എടുത്ത് വരും. പിന്നെ ബമ്പറൊക്കെ നോക്കിയേ. ബമ്പറൊക്കെ നോർമൽ വർക്കാണ് ട്ടാ. പക്ഷെ ആ പെയിന്റിങ് വന്നതാണ് പൊളിച്ചത്. ഇതിന്റെ അത് ചെറിയ രീതിയിൽ സ്റ്റിക്കർ വർക്ക് വരും തോന്നുന്നു അല്ലേ? സ്റ്റിക്കർ വർക്ക് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാണ്. അപ്പൊ പുള്ളി പറയണ രീതിയിലുള്ള വർക്ക് ചെയ്യാൻ പറ്റിയ ആളുടെ അടുത്തൊന്നുമില്ല. അതെ അല്ലേ? അപ്പൊ പുള്ളി പറഞ്ഞ അവിടെ കൊണ്ട് ചെയ്തോളാന്ന് പറഞ്ഞു. പിന്നെ അതിങ്ങനെ ഫുൾ ആയിട്ടുള്ള ഷീൽഡാ അല്ലേ? ഇത് ഫുൾ ഈ ഷീൽഡ് നമ്മ ബോഡി ഫുള്ള് ലെവൽ ചെയ്തിട്ടാ ചെയ്തേക്കണത്. ഇവിടുത്തെ പീസ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ടേ അതൊക്കെ ബോഡി ലെവലാക്കി അവിടെയൊക്കെ ഇവിടെ എക്സ്ട്രാ ഒരു പീസ് വരൂല ഇങ്ങനെ. അതൊക്കെ നമ്മ ബോഡി ലെവലാക്കിട്ടാ ചെയ്തേക്കണത്. അതല്ലേ? പിന്നെ കാരിയറൊക്കെ നോക്കിയേ. ഇത് സ്വരന്റെ മാത്രം പ്രത്യേകത എന്നുള്ളത് കാരിയർ ഇങ്ങനെ അടിക്കണത്. ബാക്കിലേക്ക് ഇരുത്തി അടിക്കണത് നോക്കിയേ. ബാക്ക് ഇപ്പൊ വേറെ മോഡൽ അടിച്ചത് മാത്രം വേറെ മോഡലാക്കി. മറ്റത് ഇങ്ങനെ ഷീറ്റാണല്ലോ വരാം. ഇവിടെ പൈപ്പ് കൊടുത്തിട്ട് ഇവിടേക്ക് ഇനി ലെറ്റർ വരും അല്ലേ? എന്തെങ്കിലുമൊക്കെ ലെറ്റർ ഒക്കെ വാങ്ങിച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്താൽ വേറെ ലെവലായിരിക്കും. അച്ഛനാ വാ, നിക്ക് ചെറിയ എന്തുണ്ട് വിശേഷം? ഇന്ന് അവധിയാണോ പെരുന്നാളായിട്ട്? സ്വരാ എന്തെങ്കിലും പറയണ്ട? എന്ത് പറയാ, പറഞ്ഞോ ബോഡി വർക്കിനെ പറ്റി. ബോഡി വർക്കിനെ പറ്റി
നമ്മ ഇത്രയും പണിന് നമ്മനെ ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല. ശരിക്കും നല്ല ടൈം എടുത്ത് പണിത പണിയാണല്ലേ? അത് വണ്ടിയിൽ കാണാൻ നമ്മ ഓരോ വർക്ക് ചെയ്യുമ്പോ ഇങ്ങനെ ഓരോ ഐഡിയ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു വർക്ക് ചെയ്ത് തീർക്കുമ്പോ പുള്ളി എടുത്ത് പറയുമ്പോ നമ്മളിങ്ങനെ അതായത് ഓരോ മൂലയൊക്കെ അതിന്റേതായ ഷേപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഗ്ലാസ് ബാക്ക് ഫ്രെയിം ഒക്കെ രണ്ടാമത് പൊട്ടിച്ചോണ്ടാണ്. അതെ അല്ലെ? ഡോറൊക്കെ എന്തായാലും ഇത് എത്ര രൂപയുടെ വർക്കാണ് സാറാ? ഇത് 1 രൂപ പുറത്ത് പോയിട്ടുണ്ട്. 1 രൂപയുടെ മുകളിൽ വന്നിട്ടുണ്ട് എല്ലാം കൂടി. പെയിന്റിങ് തന്നെ 25,000 പെയിന്റിംഗ് ആണ്. 25,000. അപ്പോൾ സാറിയാ പിന്നെ അപ്പോൾസറി 26 രൂപ. 26,000 രൂപ അല്ലെ? ബോഡി വർക്ക് എങ്ങനെ വന്നാലും ഒരു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 1 രൂപ പുറത്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് ബോഡി വർക്ക് ബുക്കിൽ നോക്കണം. അതെ അല്ലെ? ശരിക്കും പറഞ്ഞാല് ഇതിന്റെ അതൊന്നും ലാഭം കിട്ടാനില്ലെന്ന് തോന്നുന്നല്ലേ? ഇല്ല ഞാനിതിപ്പോ തന്നെ ഇത്രയും ചെയ്തിട്ട് തന്നെ പുള്ളിക്ക് അഡ്ജസ്റ്റ് ചെയ്താ കൊടുത്തേക്കണത്. അതല്ലേ? പുള്ളിയും പ്രതീക്ഷ റൈറ്റിന് മേലെ പോയേ. എന്തായാലും പൊളപ്പൻ ലുക്കായിട്ടുണ്ട് കേട്ടോ അച്ഛനെ. വേറെ ഒന്നും പറയാനില്ല ഇടാ. അപ്പൊ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അത് നമുക്ക് സ്വരന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ അംഗീകാരമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിലൊക്കെ പോയി നല്ല അടിപൊളി ഷേപ്പിലാണ് പണിതേക്കണത്. പിന്നെ ഈ വണ്ടിക്ക് ഈ മച്ചാനും കൂടി ചേർന്ന് പണിതാണ്ടാ. ഒന്ന് ഹായ് പറഞ്ഞോ. പറഞ്ഞോ സാറാ. ഈ വണ്ടിക്ക് ഒരു ചെറിയൊരു കോൺ കുത്തുണ്ടായിരുന്നു, അതൊക്കെ റെഡിയാക്കി പണിതേക്കണത്. അതെ അല്ലേ? ആക്സിഡന്റ് ഇല്ല. അത് ചില ബോഡിക്ക് ചെറിയൊരു കമ്പനി വരുമ്പോ തന്നെ ഞാൻ ഒന്നുകൂടി ഒന്ന് അതിന്റെ സൈഡ് ലുക്ക് കണ്ടിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൈഡ് ലുക്ക് ഞാൻ കാണിച്ചുതരാം. നോക്കിയേ, വീഡിയോ നീണ്ടു പോണേട്ടാ. നോക്കിയേ, സൈഡ് ലുക്ക് വേറെ ലെവലാണ്ടാ. രണ്ടുപേരും ഒന്ന് മാറിയേ. ആ ഓട്ടോയുടെ ലുക്ക് മാത്രം ഒന്ന് കിട്ടും. നോക്കിയേ, അടിപൊളി, ഒന്നും പറയാനില്ലാട്ടാ. പിന്നെ എന്റെ കയ്യിലുള്ള അലോയ്സ്, പിന്നെ കുത്തുവൈപ്പ്, പിന്നെ ആ ബോൾ ഉണ്ടല്ലോ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കൂല. അതൊന്നും പുള്ളി വേണ്ടെന്ന് പറഞ്ഞാ. അത് ഈ വണ്ടിയിൽ വേണ്ടാന്ന് പറഞ്ഞു. പുള്ളി പുതിയ വണ്ടി എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ അലോയുടെ കാര്യം പറഞ്ഞു. അപ്പൊ പുള്ളി പുതിയ വണ്ടിയിൽ കയറ്റാന്ന് പറഞ്ഞു. ഇതിപ്പോ സ്റ്റാൻഡേർഡ് ആയിട്ട്. ഇതിപ്പോ ഒരു വർക്കൂല ശരിക്കും. ആ സൈഡിലെ വർക്ക് ഉണ്ടല്ലോ, ഫിക്സ്ഡ് ഗ്ലാസ് വർക്ക്, അതും പിന്നെ നമ്മുടെ സ്ലൈഡിങ് ഗ്ലാസ് ഇല്ലേ, അതും പിന്നെ അടിയില് ആ ഫിക്സ്ഡ് ഗ്ലാസിന്റെ താഴെ വന്ന ആ പോർഷൻ ഉണ്ടല്ലോ ബ്ലാക്ക്, ആ പോർഷൻ കൂടി വന്നപ്പോഴാണ് ആ ബാക്ക് ലുക്ക് അടിപൊളി. വേറെ ഒന്നും പറയാനില്ല. ആ മറ്റേ സ്ലൈഡിങ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ആക്കിയേ. ഒന്ന് ഇതാക്കിയേ. ഓക്കെ, ഇവിടെ ലോക്ക് ഉണ്ട് അല്ലേ? ഇവിടെ ലോക്ക് ഉണ്ട്. ഇവിടെ ലോക്ക് ഉണ്ടല്ലേ? നോക്കട്ടെ. ഇവിടെ ഇങ്ങനെ ലോക്ക് ഉണ്ട് അല്ലേ? ഇങ്ങനെ ലോക്ക് ഉണ്ട്. ഓക്കെ, അടുത്ത് ലോക്കായില്ലേ? അടിപൊളി. പോരാ. എന്തായാലും രണ്ടാളോട് എനിക്ക് പറയാനുള്ളത് അടിപൊളി വർക്കാണ് കേട്ടാ. ഒന്നും പറയാനില്ല. അപ്പൊ ഇനി പുള്ളിയുടെ അടുത്ത വണ്ടി എപ്പോഴാ വന്നത്? അടുത്ത വണ്ടി വരും. അതല്ലേ? പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വേറെ തിരിച്ചൊരു വണ്ടി കൂടെ കേറിയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് തന്നെയുണ്ടാ? ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലേ? നമ്മുടെ തമ്പുരാൻ ബോഡി വർക്കില്ലേ, അത് കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ച്. ഒരു വണ്ടി ഇറങ്ങിയിട്ടില്ല, വിളിച്ചിരുന്നവര്. അതല്ലേ? അപ്പൊ സ്വര, നീ വണ്ടീനെ പറ്റി വേറെ എന്തെങ്കിലും സ്വരന് പറയാനുണ്ടാ? വേറെന്ത് പറയാനാണ്? വീഡിയോ നിർത്തിക്കോട്ടെ? അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. പറവൂർ സ്വരൻ എന്തായാലും ബോഡി വർക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടാ, എന്റെ അഭിപ്രായം. പിന്നെ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വേറെ ലെവലാണ് കേട്ടാ. നോക്കിയേ. അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുന്നു. സ്വരൻ എന്തെങ്കിലും പറയാണ്ടാ? ഇല്ല. പിന്നെ സ്വരന്റെ വർക്ക്ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞു. എറണാകുളത്ത് നിന്ന് പറവൂർക്ക് പോണ വഴിക്ക് വള്ളുവള്ളി ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് ആണ്. പിന്നെ സ്വരന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കട്ടെ. സ്വരനെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ, കൂട്ടി അറിയിച്ചിട്ട് വേണം വരുന്നത്. വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോവുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ. തമ്പടിച്ചേക്ക്.